മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ദേവികുളം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർക്ക് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ നടപടി. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ EDC സെന്റർ, മുളകുതുറ കമ്മ്യൂണിറ്റി ഹാൾ, മൂന്നാർ പഞ്ചായത്തിലെ തെന്മല എസ്റ്റേറ്റ് ക്രഷ്, മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം സെന്റ് ജോസഫ് LP സ്കൂൾ എന്നീ ബൂത്തുകളിലാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ദേവികുളം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർക്ക് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ EDC സെന്റർ, മുളകുതറ കമ്മ്യൂണിറ്റി ഹാൾ, മൂന്നാർ പഞ്ചായത്തിലെ തെന്മല എസ്റ്റേറ്റ് ക്രഷ്, മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം സെന്റ് ജോസഫ്സ് LP സ്കൂൾ എന്നീ ബൂത്തുകളിലാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കാത്തതിനാൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. വിവരങ്ങൾ പുറലോകത്തെ അറിയിക്കുക, വരണാധികാരികളുമായി ബന്ധപ്പെടുക, അടിയന്തര ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് ഉദ്യോഗസ്ഥർക്ക് സാറ്റലൈറ്റ് ഫോൺ സേവനം ലഭ്യമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേവികുളം മണ്ഡലത്തിൽ 215 ബൂത്തുകളാണുള്ളത്. ഇതിൽ വാഹന ഗതാഗതമില്ലാത്തത് ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ, മുളകുതറ എന്നീ 2 ബൂത്തുകളാണ്. മൂന്നാറിൽ നിന്ന് വാഹനത്തിൽ പെട്ടിമുടി വഴി സൊസൈറ്റിക്കുടി വരെ എത്തി അവിടെ നിന്നും കാട്ടുവഴികളിലൂടെ 13 കിലോമീറ്റർ നടന്നു വേണം മുളകുതറയിലെ ബൂത്തിലെത്താൻ. മൂന്നാറിൽ നിന്ന് പെട്ടിമുടി വഴി സൊസൈറ്റിക്കുടി റോഡിലുള്ള ഇഡലിപ്പാറയ്ക്ക് മുൻപുള്ള കേപ്പക്കാട് നിന്ന് തിരിഞ്ഞ് അരമണിക്കൂർ കൂടി വാഹനത്തിൽ സഞ്ചരിച്ച ശേഷം അവിടെ നിന്നും 1.5 മണിക്കൂർ നടന്നു വേണം പരപ്പയാർ ബൂത്തിലെത്താൻ. ഇടമലക്കുടിയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്വയം തൽപരരായി മുന്നോട്ട് വന്ന ഉദ്യോഗസ്ഥരെയാണ് 3 ബൂത്തുകളിലും നിയമിച്ചിരിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വാഹന ഗതാഗതമില്ലാത്ത 2 ബൂത്തുകളിലും ചുമന്നെത്തിക്കാൻ തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.